ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് കുമരകത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. അത് ഫാമിലി അടക്കമാണ് പോകുന്നത്. അപ്പോൾ അവിടെ ബോട്ടിൽ കയറുന്നുണ്ട്. ബോട്ടിൽ നമ്മളൊരു ദിവസം താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ എന്നാലിനി അവിടെ പോയതിൻ്റെ ശേഷം കാണാം. രാവിലെ ഏകദേശം ഒരു 11 മണിക്കാണ് നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ ഞങ്ങൾ 11 മണിക്ക് ബോട്ടിൽ കയറിയിട്ട് പിറ്റേ ദിവസം ഒരു 9 മണി വരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ബോട്ടിൽ നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, 3 ബെഡ്റൂം ഉണ്ടായിരുന്നു, പിന്നെ അടുക്കള, സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ബെഡ്റൂമൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു, നല്ല വൃത്തിയും നന്നായിരുന്നു കേട്ടോ. എല്ലാം നല്ല വൃത്തിയിലും നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള നല്ല ബെഡ്റൂമുകളായിരുന്നു. പിന്നെ ഞങ്ങളൊരു 12 ആളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ടോട്ടൽ ഒരു 28,000 രൂപയാണ് വന്നത്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സീസൺ അനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞും ഇരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും ഉറുപ്പികയാണ് വന്നിരിക്കണത്. മോരുകറി, ചോറ്, അവിയൽ, സലാഡ്, അച്ചാറ്, ചമ്മന്തി. നിങ്ങൾ ഈ കരിമീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന അതേ മസാല തന്നെ. ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന അതേ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് ഇട്ട് സാളിട്ട് നമ്മൾ ശരിക്കും വെച്ച് വെച്ച് നീല ചേർത്തിട്ട് 1 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചു. മസാല ഇതിലേക്ക് ഫില്ലാകും. അത് 1 മണിക്കൂറിന് ശേഷം 1 മണിക്കൂർ രാവിലെ 9 മണി ചേർത്തേക്ക് എടുത്ത് മസാല വെച്ചിട്ട് ഉത്രാടൻ്റെ ഏറ്റവും ഉത്രാടത്ത് വരുന്നവർക്ക് ഏറ്റവും വലിയ സാധനമാണ് കരിമീൻ. ഇത് എവിടെ മാറി ചെയ്യുമ്പോഴത്തേക്കും പ്രോൺസ് കൊഞ്ചി മേടിക്കുന്നത്, ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ മറ്റേ പരിസരം മിക്ക സാധനം മേടിച്ച് ഞങ്ങളെ എത്തിച്ചേർന്ന് ഞങ്ങൾ ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നോൺ വെജ് ആയിരുന്നു. വൈകുന്നേരം ഇതേപോലെ പഴംപൊരിയും ചായയും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ രാത്രി ചപ്പാത്തി ഉണ്ടായിരുന്നു, ചോറും ഉണ്ടായിരുന്നു. പിന്നെ ഞണ്ട് റോസ്റ്റ് ചെയ്തിട്ട് അതും, അങ്ങനത്തെ എല്ലാം നല്ല നല്ല ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഉച്ചയാകുമ്പോഴത്തെ ഭക്ഷണമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
വൈകുന്നേരം ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ ബോട്ട് ഒരു സ്ഥലത്ത് അവിടെ നിർത്തിയിട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, രാവിലെ ഒരു 6:30 മണിക്ക് നമ്മുടെ ബോട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ പിന്നെ ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മടക്കം പോരുകയായി. പിന്നെ ബോട്ട് യാത്ര നല്ലൊരു എന്താ പറയുക, നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റിയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.